ജാസ്മിനും അർജുനോട് ഇതുപോലെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ പ്ലേയേഴ്സിൻ്റെ ഓരോ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ കൂടുതലായിട്ട് സംസാരം വരുന്നത് രതീഷിനെ പറ്റിയാണ്. രതീഷ് എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്, പുള്ളിക്കാരൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നെഗറ്റീവായിട്ട് കളിച്ചിട്ട് അവസാനം എല്ലാവരുടെയും മനസ്സിൽ പോസിറ്റീവ് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ അത് അങ്ങോട്ട് എത്തുന്നില്ല. പഴയകാല ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് മുമ്പ് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് നെഗറ്റീവ് ഓരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയതിന് ശേഷം മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ രീതിയിൽ ആൾക്ക് സാധാരണക്കാരുടെ മനസ്സിലേക്ക് കയറി കൂടുക എന്നുള്ളതാണ് ഉദ്ദേശമെന്ന് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ കളിച്ച ഒരാളുടെയും ക്വാളിറ്റി പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കാണാറേയില്ല. ലൈവിൽ ശ്രദ്ധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ കാണാത്തത് ഒന്നുമല്ല, ഇവർ തമ്മിൽ അധികം സംസാരിക്കാറില്ല. എന്നാലും ഇന്ന് അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇതുപോലെ എല്ലാ മത്സരാർത്ഥികളെയും വിലയിരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം. അതിനുശേഷം ഗബ്രി ഇവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇവരെ പറ്റി ഇങ്ങനെ, അതായത് മറ്റുള്ള കണ്ടൻസിനെ എല്ലാവരെയും ഇരുന്ന് വിലയിരുത്തുന്നുണ്ട്. അതായത് അങ്ങേർക്ക് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു സ്ഥാനമില്ല, പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇതുവരെ എത്തി, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമാണ് രതീഷിനുള്ളതെന്നാണ് ജാസ്മിനും ഗബ്രിയും അതുപോലെ തന്നെ അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.